ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് കൊണ്ട് ആ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ PSC കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ചുള്ളതും SCERT പാഠഭാഗങ്ങളിലുള്ളതുമായ പ്രസ്താവന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ, അവയുടെ കണക്റ്റിംഗ് ഫാക്ട്സ്, അതിൻ്റെ ചർച്ച ഇന്നത്തെ ക്ലാസ് കൊണ്ട് അവസാനിക്കുകയാണ്. മറ്റു 3 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ വർഷം 1818. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലോസ്റ്റർ. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് ബോംബെയിലാണ് 1854. ആദ്യത്തെ ചണമില്ല് സ്ഥാപിതമായതും 1854. കേരളത്തിൽ ആദ്യമായി തുണിമില്ല് സ്ഥാപിതമായ ജില്ല കൊല്ലം ജില്ല. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഷിയോനാഥ് നദീതീരം. ശരിയാണ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. രണ്ടും ശരിയാണ്. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റും ടിസ്കോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത് തമിഴ്നാട്ടിലെ പോർട്ടാനോവയിലാണ്. ഇന്ത്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത് പശ്ചിമ ബംഗാളിലെ കുൾട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവയിൽ തിനവിള അല്ലാത്തതേത്? റാഗി, ബജ്ര, ജോവർ 3ഉം തിനവിളകളാണ്. അല്ലാത്തത് ബാർലി ഒരു റാബി വിളയാണ്. ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ അഥവാ മില്ലറ്റ്സ് എന്ന് വിളിക്കുന്നത്. എല്ലാ തിനവിളകളും ഖാരിഫ് വിളകളായിരിക്കും. ജോവർ, ബജ്ര, റാഗി ഇവയാണ് ഉദാഹരണങ്ങൾ. ഇവയിൽ ജലഗതാഗതത്തിൻ്റെ മേന്മകളിൽ ഉൾപ്പെടാത്തതേത്? ജലഗതാഗതം ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ്. വൻതോതിൽ ചരക്ക് ഗതാഗതത്തിന് ഉചിതമാണ്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. രാജ്യാന്തര വ്യാപനത്തിന് അനുയോജ്യമല്ല എന്നത് തെറ്റാണ്. അനുയോജ്യമാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. ഇതിനെ ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും രണ്ടായിട്ട് തിരിക്കാം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? വിഴിഞ്ഞം തുറമുഖ പദ്ധതി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിൽ മാത്രം നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് എന്നുള്ളത് തെറ്റാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായിട്ടാണ് വികസിപ്പിച്ചത്. രാജ്യാന്തര കപ്പൽപാതയോട് ഏറ്റവും അടുത്തുള്ള തുറമുഖം വിഴിഞ്ഞമാണ്. ഇത് രണ്ടും ശരിയാണ്. 2ഉം 3ഉം ശരി, 1ഉം 4ഉം തെറ്റ്. വിഴിഞ്ഞത്തിൻ്റെ നീളം, തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് അദാനി ഗ്രൂപ്പാണ്. ആദ്യമായി തുറമുഖത്തെത്തിയ ചരക്ക് കപ്പലാണ് ഷെൻഹുവ 15. അത് ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവയിൽ ഏത് സംസ്ഥാനങ്ങൾക്കിടയിലാണ് ബക്കിംഗ്ഹാം കനാൽ സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിനും തമിഴ്നാടിനും. ആഗ്ര കനാൽ ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ. നർമ്മദ കനാൽ ഗുജറാത്ത്, രാജസ്ഥാൻ. കാക്കതീയ കനാൽ തെലങ്കാന. ശാരദ കനാൽ ഉത്തർപ്രദേശ്. ചേരുംപടി ചേർക്കാനോ ശരിയായ ജോഡി തെറ്റായ ജോഡിക്കോ ഒക്കെ ചോദിക്കാം.
ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. 2ാം സ്ഥാനം ഇന്ത്യ. മഹാരാഷ്ട്രയാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. അറബിക്ക ഉൽപ്പാദനത്തിൽ 2/3 ഭാഗവും ഏത് സംസ്ഥാനമാണ്? കർണാടക. അറബിക്ക അറിയാലോ, കാപ്പി. ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്ത് 6ാം സ്ഥാനത്താണ്. മിതമായ താപനില, ഉയർന്ന വർഷപാതം, ഇത് രണ്ടും കാപ്പിക്ക് ആവശ്യമാണ്. അറബിക്ക എന്ന് പേരിട്ടിരിക്കുന്ന ഉയർന്ന നിലവാരമുള്ള കാപ്പിയാണ് ഇന്ത്യ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് രാജ്യാന്തര വിപണിയിൽ കൂടുതൽ ആവശ്യക്കാരുള്ളതാണ്. കാപ്പിക്കുരു വിളവെടുത്ത ശേഷം ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. അടുത്ത ചോദ്യം. കുദ്രേമുഖ്, ബാബാ ബുദൻ ഹിൽസ് എന്നീ പ്രസിദ്ധ ഇരുമ്പയിര് ഖനി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കർണാടക. ഇന്ത്യയിൽ ഇരുമ്പയിരിൻ്റെ കലവറകൾ ഏറ്റവും കൂടുതലുള്ളത് കർണാടക, ഒഡീഷ, ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ, കർണാടക, ജാർഖണ്ഡ്, ഗോവ, ഛത്തീസ്ഗഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഖനി ഏഷ്യയിലെ ഛത്തീസ്ഗഡിലെ ബൈലാദില ഖനി. താഴെ തന്നിരിക്കുന്നതിൽ ലോഹധാതുക്കളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അബ്രോം, കൽക്കലിയും ലോഹധാതുക്കളല്ല. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. കാൽസ്യത്തിൻ്റെ പ്രധാന ധാതു കാൽസ്യം കാർബണേറ്റ്. സ്വർണത്തിൻ്റെ ധാതു ബിസ്മത്ത് അറൈറ്റ്. ആറം ഗോൾഡിൻ്റെ പേരാണ്, നമ്മുടെ കെമിക്കൽ നെയിം. ഏറ്റവും സുലഭമായ ധാതുവാണ് അഭ്രം അഥവാ ഫെൽസ്പാർ. വ്യാവസായികമായ ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കളെ അയിര് എന്ന് വിളിക്കുന്നു. ഇരുമ്പിൻ്റെ അയിര് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഇതെല്ലാം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രി ക്ലാസ്സുകളിലാണ് പഠിക്കുക. സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. കേൾക്കുമ്പോൾ നമുക്കറിയാം, ഗോതമ്പ്. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ടിറ്റിക്കം ഈസ്റ്റീവം. ഗോതമ്പിൻ്റെ ക്രോമസോം സംഖ്യ 42. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേരെ. ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ഉത്തർപ്രദേശ്. കരിമ്പ് ഉൽപ്പാദനത്തിലും ഉത്തർപ്രദേശ്. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ മണ്ണ് കറുത്ത മണ്ണാണ്. മറ്റു പേരുകൾ റിഗർ മണ്ണ്, ചർണോസം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ്. ഇന്നത്തെ എന്നല്ല, ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഫൈനൽ ക്ലാസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രോഡ് ഗേജ് പാതയിൽ റെയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ. റെയിൽവേ ലൈനിൽ 2 പാളങ്ങൾ തമ്മിലുള്ള അകലമാണ് ഗേജ് എന്നറിയപ്പെടുന്നത്. ബ്രോഡ് ഗേജ് ഉണ്ട്, മീറ്റർ ഗേജ് ഉണ്ട്, നാരോ ഗേജ് ഉണ്ട്. മീറ്റർ ഗേജാണ് അടിസ്ഥാനം, അത് 1 മീറ്റർ പാളങ്ങൾ തമ്മിലുള്ള വീതി. നാരോ ഗേജിൽ 0.76 മീറ്റർ, ഇടുങ്ങിയതാ, അപ്പോൾ 1നേക്കാൾ ചെറുത്. 0.76 വരാം, 0.61 വരാം. ബ്രോഡ് ഗേജ് എന്ന് വെച്ചാൽ ഇച്ചിരൂടെ വലുത്, ഈ 1നേക്കാൾ വലുത്, 1.676. ഇതാണ് നമ്മുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിലെ പ്രധാന പാഠഭാഗങ്ങൾ. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഗുജറാത്ത് പശ്ചിമ തീരത്ത് കാണ്ട്ല, മഹാരാഷ്ട്ര പശ്ചിമ തീരത്ത് മുംബൈ, പിന്നെ മഹാരാഷ്ട്രയിൽ തന്നെ ജവഹർലാൽ നെഹ്റു തുറമുഖം. ഗോവ പശ്ചിമ തീരത്താണ് മർമഗോവ. കർണാടക പശ്ചിമ തീരത്ത് ന്യൂ മാംഗ്ലൂർ. കേരളം പശ്ചിമ തീരത്ത് കൊച്ചി. ഇനി പൂർവ്വതീരത്തുള്ള തുറമുഖങ്ങളാണ്.
പശ്ചിമ ബംഗാളിലെ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്, കൊൽക്കത്ത അല്ലെങ്കിൽ ഹൽഡിയ പോർട്ട്. ഒഡീഷയിലെ പാരദ്വീപ്, ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം, തമിഴ്നാട്ടിൽ ചെന്നൈ, തമിഴ്നാട്ടിൽ തന്നെ കാമരാജർ പോർട്ട്, എണ്ണൂർ പോർട്ട്, വി.ഒ. ചിദംബരം പോർട്ട്, തൂത്തുക്കുടി, ആൻഡമാനിൽ പോർട്ട് ബ്ലെയർ. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പോർഷൻ അവസാനിപ്പിച്ചു. 4 ക്ലാസ്സുകളും നന്നായി കണ്ട് അഭിപ്രായം പറയുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.